ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? ബ്രെഡും പഴവും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അരികൊന്നും കളയാതെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കീറി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ കുറച്ച് സ്നാക്കാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിലും ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഈ കറുവപ്പട്ട പൊടിച്ചത് ചേർത്താൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റും അതുപോലെ ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സ്നാക്കിന് ഉണ്ടാവുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കണോ അതനുസരിച്ചിട്ട് നമുക്ക് ഏത്തപ്പഴം എടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് കനം കുറച്ചുമല്ല എന്നാൽ ഒരുപാട് കട്ടിയിലുമല്ല, ആ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത്. ഓരോ പഴവും 2ആക്കി മുറിച്ചിട്ടാണ് ഞാനിതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാ പഴവും ഒരേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സും അതുപോലെ ബ്രെഡ് ക്രംസും നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ പഴവും ആദ്യം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കാം, അതുപോലെ മറ്റേ കൈ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ ഒരുപാട് വൃത്തികേടാവുകയില്ല. അതുപോലെ ഈ ബ്രെഡ് ക്രംസൊക്കെ നല്ല ഈവനായിട്ട് നമുക്ക് കോട്ടായി കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴവും മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒക്കെ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ബ്രെഡ് ക്രംസ് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒരേ കണത്തിൽ തന്നെ പിടിച്ചു കിട്ടണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് വേണം വറുത്ത് കോരാനായിട്ട്. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 വശവും നമുക്ക് ഒരേപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. സിന്നമൺ പൗഡറൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കോട്ടിങ് നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറംഭാഗമാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉൾവശമാണ്. നല്ല ടേസ്റ്റാണ്. സ്ഥിരം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം എങ്കിലും പഴം ഒന്ന് പൊരിച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.